താങ്കളിലേക്ക് വരാം. ശ്രീ റെജി കൂടി നമുക്കൊപ്പം ചേരുകയാണ്, വലതു നിരീക്ഷകൻ. ശ്രീ റെജി, ഒരു ചിത്രം നമ്മൾ അതിന്റെ ആക്ഷനും മാസും ഒക്കെ ചർച്ച ചെയ്യാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വലിയ രീതിയിൽ അതൊരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്നത്. നമ്മുടെ ചർച്ച പോലും ആ നിലയ്ക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ജെ നന്ദകുമാറും ശശികലയും ഒക്കെ അതിനെതിരെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ചയും വലിയ പെരുന്നാളും ഒന്നിച്ച് വന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല, ബാപ്പ വന്നാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നു. അതിന് പിന്നാലെ ഇതിന്റെ സ്രോതസ് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളുടെ ഈ പാനലിസ്റ്റിലെ എൻ നന്ദകുമാറും പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഒരു വലിയ വിവാദത്തിലേക്ക് ഈ ചിത്രം മാറുമോ? കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ എമ്പുരാൻ എത്തുമോ? ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. നമ്മളൊരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് വരുന്ന ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഒരു സിനിമ, എത്രയോ പേരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കലയെ സമ്പുഷ്ടമാക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ചേരുവതിരിവ് നോക്കാതെ അതിനെ നമ്മൾ എന്തിനാണ് അതിനെ ഇങ്ങനെ രാഷ്ട്രീയമായ ഒരു അസഹിഷ്ണുതയോടുകൂടി കാണുന്നത്? നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അസഹിഷ്ണുതയുടെ ഒരു ബഹിർസ്ഫുരണമായിട്ടല്ലേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഒരു ചിത്രം വരുന്നു, എത്രയോ രാഷ്ട്രീയ ചിത്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എത്ര ഭംഗിയായി കേരളവും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യവും അതിനെയൊക്കെ വരവേറ്റിട്ടുണ്ട്. എന്നാൽ ഇത് ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കുന്നു എന്ന് ഊഹിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങളിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടുന്ന സൂചകങ്ങൾ മാത്രമല്ലേ അത് നൽകുന്നുള്ളൂ. അതുമാത്രമല്ല, അതിൻ്റെ കലാമൂല്യത്തെ ഉൾക്കൊള്ളുക, അതിനുവേണ്ടി ത്യാഗം സഹിച്ച, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എന്താണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ, അല്ലെങ്കിൽ അതിനുവേണ്ടി വരുന്ന ഒരു വലിയ എഫേർട്ടുണ്ട്. അത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിക്ക്, അതായത് നമ്മുടെ കേരളത്തിലെ സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ തൊഴിലാളികളാണ് ഈ രംഗത്തുള്ളത്. ഇതൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. ആ വ്യവസായത്തെ അതിൻ്റെ ഒരു കലാമൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു കലാപരമായിട്ട് കാണുന്നതിന് പകരം അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയ ചേരുതിരിവിലേക്ക് വരുത്തിക്കൊണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നത്? അതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അല്ലേ? എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാം. എത്രയോ സിനിമകളാണ് ഒരു വർഷം 200-ലധികം സിനിമകളല്ലേ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇറങ്ങുന്നത്. മാത്രമല്ല, സെൻസർ ബോർഡ്, അതിൻ്റെ ഉദ്യോഗസ്ഥർ അതിൻ്റെ A to Z പരിശോധിച്ചതിന് ശേഷമാണല്ലോ ഇതിന് അംഗീകാരം കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഒരു കലാമൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു കലാരൂപമായി കണ്ടുകൊണ്ട് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റായി അതിനെ കണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കുകയല്ലേ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യജീവി അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുക? അതിനെ ഇത്ര അസഹിഷ്ണുതയോടെ നോക്കുന്നത് എന്താണ് രേണുക? തീർച്ചയായും അത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. എന്തിനാണ് അസഹിഷ്ണുത ചിത്രത്തോട് എന്നത്? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സായി കൃഷ്ണൻ